Welcome to Mastermind Education online classes. Today we will discuss about the Introduction to Sociology എന്ന് പറയുന്ന പാഠഭാഗത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. റോൾ ആൻഡ് സ്റ്റാറ്റസ്, നേച്ചർ ആൻഡ് ടൈപ്സ് എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാനമായിട്ടും റോൾസ് എന്ന് പറയുന്ന ഭാഗത്തെയാണ് ഇന്ന് അവലോകനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി ഈ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് പദവി എന്നും എന്താണ് പങ്ക് എന്നതിനെയും കുറിച്ച് നമുക്ക് ചെറിയ ഒരു ആമുഖത്തിൽ തുടങ്ങാം. എന്താണ് പദവി എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന സ്ഥാനത്തെയാണ് പദവി എന്ന് പറയുന്നത്. പങ്ക് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ അയാൾ നിർവഹിക്കപ്പെടുന്ന ആ നിർവഹണത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ തന്നെ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ ഒരു BA സോഷ്യോളജി പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ്. ഈ വിദ്യാർത്ഥിക്ക് സമൂഹത്തിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് വിദ്യാർത്ഥി എന്നതാണ്. എന്നാൽ അയാൾ നിർവഹിക്കുന്ന പങ്ക് എന്ന് പറയുന്നത് പഠനമാണ്. അപ്പോൾ ഓരോരുത്തരെയും എടുത്തു പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ വ്യത്യസ്ത തരമായ പദവികളും അതുപോലെ തന്നെ പങ്കുകളും നിലനിൽക്കുന്നു എന്ന് കാണാം. ഇനി നമ്മൾ ഓർത്തു വെക്കേണ്ട ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റോൾസ് എന്നാൽ എന്താണ്. നമ്മുടെ പാഠഭാഗത്ത് നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വാട്ട് ഈസ് മീൻ ബൈ റോൾ എന്ന് പറയുന്നത്. എന്താണ് റോൾ എന്നാൽ? റോൾ എന്നാൽ വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി റോൾ. റോളിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ആദ്യമായി പറയാം. അക്കോർഡിംഗ് ടു ദ മോറിസ് ഗിൻസ്ബർഗ് ഡെഫിനിഷൻ, മോറിസ് ഗിൻസ്ബർഗ് പറയുന്ന ഡെഫിനിഷൻ എന്താണ്? ഒരു സമൂഹത്തിൽ അനേകം സ്ഥാനങ്ങളുണ്ട്. പദവി ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ആ സ്ഥാനത്തെ പരിപൂർണമാക്കുന്നത് എന്താണോ അതാണ് എന്ത് പറയുന്നത്? പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ മോറിസ് ഗിൻസ്ബർഗിന്റെ ഡെഫിനിഷനാണ് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത്. പദവി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. ആ സ്ഥാനത്തെ പരിപൂർണമാക്കുന്നത് എന്താണോ അതാണ് പങ്ക് എന്ന് പറയുന്നത്. ഇനി ചില സമൂഹ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എന്താണ്? ചില സോഷ്യോളജിസ്റ്റുകൾ പറയുന്നത്, അവർ പറയുന്നത് എന്താണ്? പദവിയിലിരിക്കുന്ന ഒരാളിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റത്തെയാണ് പങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡെഫിനിഷൻ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഓർത്തു വെക്കേണ്ടതാണ്. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ നേച്ചർ ഓഫ് റോൾ. റോളിൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. അതിൽ പ്രധാനമായിട്ടും 10 പോയിന്റുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, ഓരോ അംഗത്തിനും സമൂഹത്തിൽ പ്രത്യേകമായ പങ്കുണ്ട്. അതോടൊപ്പം ചിലപ്പോൾ അത് ഒന്നിൽ കൂടുതൽ ആയിരിക്കാം. അപ്പോൾ ഓരോ അംഗത്തിന് എന്താണ്? സമൂഹത്തിൽ വ്യത്യസ്തമായ പങ്കുണ്ട്. അത് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? ഒന്നിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ്, മനുഷ്യ പെരുമാറ്റത്തിൻ്റെ നിയന്ത്രണവും സംഘാടനവും അവരവരുടെ റോളുകൾക്കനുസരിച്ചാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. മനുഷ്യ പെരുമാറ്റത്തിന് അഥവാ മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ നിയന്ത്രണം, അത് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടനവും ഒക്കെ എന്തുമൂലമാണുള്ളത്? ഈ ഒരു അവരവരുടെ റോളുകൾക്കനുസരിച്ചാണ്. ഓരോ വ്യക്തികളുടെയും റോളുകൾക്ക് അനുസരിച്ചാണ്. മൂന്നാമത്തെ പോയിന്റ്, ഒരേ സമയം നിരവധി റോളുകൾ വഹിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അഥവാ നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ നമ്മുടെ വീടുകളിൽ എടുത്തു നോക്കിയാൽ മാതാപിതാക്കൾ, ആ മാതാവ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ജോലിയുള്ള മാതാവാണെങ്കിൽ ആ മാതാവ് എന്ത് ചെയ്യുന്നു? വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ അവർ നിർവഹിക്കണം. അതേപോലെ തന്നെ ജോലിയുള്ള സ്ഥലത്തെയും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അപ്പോൾ ഒരേ സമയത്ത് തന്നെ അവർ വ്യത്യസ്തമായ റോളുകൾ നിർവഹിക്കുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക റോൾ ഉണ്ടായിരിക്കും. ഓരോ സാഹചര്യത്തിനനുസരിച്ച് റോളുകൾ വ്യത്യാസപ്പെട്ടിരിക്കും.
അപ്പോൾ സാഹചര്യം എന്ന് പറയുന്നത് ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒന്നാണ്. ഒരു വ്യക്തി ഇപ്പോൾ എന്താണ്, അയാൾക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് അയാളുടെ സ്ഥാനങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇനി അഞ്ചാമത്തെ പോയിന്റാണ്, അവനവൻ്റെ റോളുകൾ നിർവഹിക്കുമ്പോൾ സാമൂഹ്യ ജീവിതം ക്രമമുണ്ടാകും. ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ ജീവിതത്തിൻ്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ റോളുകൾ നിർവഹിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സാമൂഹ്യ ജീവിതം ക്രമമുണ്ടാകും. അവനവനിൽ ഏൽപ്പിക്കപ്പെട്ട റോളുകൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവരുടെ ജീവിതക്രമം വളരെ നല്ല അവസ്ഥയിലായി മാറുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ആറാമത്തെ പോയിന്റ്, അവരവരുടെ മനോഭാവത്തിനനുസരിച്ചുള്ള റോളുകളാണ് അവരവർക്ക് ഉണ്ടായിരിക്കുക. ഓരോരുത്തരുടെയും മനോഭാവത്തിനനുസരിച്ചുള്ള റോളുകളാണ് ഓരോ വ്യക്തികൾക്കും ഉണ്ടായിരിക്കുക എന്ന് മനസ്സിലാക്കുക. ഇനി ഏഴാമത്തെ പോയിന്റ്, തൊഴിലിടങ്ങളിൽ റോൾ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കും. തൊഴിൽ ചെയ്യുന്ന മേഖലകളിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി ലഭിക്കുന്ന സമയത്ത് അവരുടെ റോളുകളിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ എന്താണ്, അവർ കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അപ്പോൾ തൊഴിലിടങ്ങളിൽ നമ്മുടെ വീടുകളിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് തൊഴിലിടം എന്ന് പറയുന്നത്. തൊഴിൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്തായിരിക്കും, അവർക്ക് വ്യത്യസ്തമായ റോൾ ഉണ്ടായിരിക്കും. ആ റോളുകൾ അവരിൽ ഏൽപ്പിക്കപ്പെട്ടതായിരിക്കും. ആ റോളുകൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത പോയിന്റാണ്, സംഘടനകൾ വ്യക്തികൾക്ക് വ്യത്യസ്തമായ റോളുകൾ നൽകുന്നു. ഓരോ സംഘടനകളും വ്യക്തികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരവരുടെ സമയത്ത് വ്യത്യസ്തമായ റോളുകൾ നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഥവാ നമുക്കറിയാം, ഓരോ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് സംഘടനകൾ നൽകുന്ന ഓരോ സമയത്ത് നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള സ്ഥാനങ്ങൾ, ലീഡർഷിപ്പ് ക്വാളിറ്റി തുടങ്ങിയവയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വ്യത്യസ്തമായ അവരുടെ കഴിവിനനുസരിച്ചുള്ള റോളുകൾക്കനുസരിച്ചായിരിക്കും നൽകുക. ഇനി അടുത്തതാണ്, പുരുഷനും പ്രത്യേകമായ റോളും സ്ത്രീക്ക് പ്രത്യേകമായ റോളുകളും ഉണ്ടാവും. പുരുഷന് പുരുഷൻ്റെതായ റോൾ ഉണ്ടാവും, അതുപോലെ തന്നെ സ്ത്രീക്ക് സ്ത്രീകളായ റോളുകളും വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോന്നും തമ്മിൽ എന്തായിരിക്കും വ്യത്യാസം. ഇപ്പോൾ കുടുംബത്തിൽ തന്നെ കുടുംബനാഥൻ പുരുഷനാണെങ്കിൽ അതുപോലെ തന്നെ എന്താണ്, ഭാര്യ അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ, സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, അവിടുത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അല്ലെങ്കിൽ വീടുകളെ പരിപാലിക്കുന്നത് മാതാവായിരിക്കും. ഇതൊക്കെ എന്താണ്, ഓരോന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വാട്ട് ആർ ദ നേച്ചർ ഓഫ് റോൾ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ പോയിന്റിൽ ഓർത്തു വെക്കേണ്ടത് ഇത്രയും കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ, റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലോ നിറവേറ്റുന്നതിനോ ഉണ്ടാവുന്ന വൈരുദ്ധ്യങ്ങളെയാണ് നമ്മളെന്ത് പറയുക, റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അഥവാ സമൂഹത്തിൽ വ്യത്യസ്ത തരം ഉത്തരവാദിത്തങ്ങൾ അതുപോലെ തന്നെ വ്യത്യസ്ത തരം പങ്കുകൾ നിർവഹിക്കുമ്പോഴുണ്ടാവുന്ന വൈരുദ്ധ്യം, ആ ഒരു വൈരുദ്ധ്യത്തെയാണ് നമ്മൾ എന്ത് പറയുക, റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അഥവാ ചുമതലകൾ നിർവഹിക്കുന്നതിലോ നിറവേറ്റുന്നതിലോ ഉണ്ടാവുന്ന വൈരുദ്ധ്യം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് റോൾ തിയറി എന്ന് പറയുന്നത്. റോൾ തിയറി 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയത്തിൽ എന്താണ്, റോൾ തിയറിക്ക് മനുഷ്യ പെരുമാറ്റത്തെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യരുടെയും പെരുമാറ്റത്തെയും ആ മനുഷ്യൻ്റെ പെരുമാറ്റത്തിനനുസരിച്ചായിരിക്കും അയാളുടെ പങ്കുകൾ അല്ലെങ്കിൽ അയാളുടെ റോളുകൾ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട തിയറിയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ആവിർഭവിച്ച റോൾ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഓർത്ത് വെക്കേണ്ടത് റോൾ കോൺഫ്ലിക്റ്റ് ആൻഡ് റോൾ തിയറി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഭാഗമാണ് റോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. റോൾ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അഥവാ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നിനെയാണ് എന്ത് പറയുന്നത്, റോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അതിൽ ഈ ഒരു ആശയം
മുന്നോട്ട് വെച്ചത് അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം ഗൂഡ് ആണ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനോ അല്ലെങ്കിൽ ചുമതലകൾ നിർവഹിക്കാനോ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് എന്ത് പറയുന്നത്, റോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് വില്യം ഗൂഡ് എന്ന് പറയുന്ന അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു ഭാഗമാണ് ഈ ഒരു റോൾ സ്ട്രെയിൻ ഒഴിവാക്കാൻ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള 3 മാർഗങ്ങളെ ഓർത്തു വെക്കേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ മാർഗം എന്ന് പറയുന്നത് ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ്. അഥവാ നമുക്കുണ്ടാവുന്ന വ്യത്യസ്തമായ റോൾ സ്ട്രെയിൻ ഒഴിവാക്കാനുള്ള മാർഗമായിട്ടാണ് അദ്ദേഹം ഇതിനെ കാണുന്നത്. അതിൽ ഒന്നാമത്തേത് ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. 2, ഉത്തരവാദിത്തങ്ങൾ അർപ്പണബോധത്തോടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക എന്നതാണ്. വളരെ അർപ്പണബോധത്തെ അഥവാ നമ്മൾ അതിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പരിഹാര മാർഗം എന്താണ്? കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. അഥവാ ഉത്തരവാദിത്തങ്ങളിൽ കാര്യക്ഷമതയോടുകൂടി എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക അല്ലെ വർദ്ധിപ്പിക്കുക. അപ്പോൾ ഇത്രയും 3 മാർഗങ്ങളാണ് അദ്ദേഹം റോൾ സ്ട്രെയിൻ ഒഴിവാക്കാനുള്ള മാർഗങ്ങളായിട്ട് കണക്കാക്കിയത്. ഇനി മറ്റൊരു ഭാഗമാണ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. റോൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിലുള്ള റോളുകൾ ഉപേക്ഷിച്ച് പുതിയ ഒരു റോൾ തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു ആശയക്കുഴപ്പത്തെയാണ് എന്ത് പറയുക, റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റോൾ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻ റോൾ ഉപേക്ഷിച്ച് പുതിയ ഒരു റോൾ എന്ത് ചെയ്യുന്നു, ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആശയക്കുഴപ്പത്തെയാണെന്ന് പറയുക റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നതിൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് വാട്ട് ഈസ് മീൻ ബൈ റോൾ, എന്താണ് റോൾ അല്ലെങ്കിൽ പങ്ക് എന്താണ്, വാട്ട് ആർ ദ ഡെഫിനിഷൻസ് ഓഫ് ദി റോൾ, റോളിൻ്റെ ഡെഫിനിഷൻസ് എന്താണ് അക്കോർഡിംഗ് ടു ദി മോറിസ് ഗിൻസ്ബർഗ് ഡെഫിനിഷൻ, ദെൻ അതർ സോഷ്യോളജിസ്റ്റ് ഡെഫിനിഷൻ. 2 ഡെഫിനിഷനാണ് അവിടെ ഓർത്തു വെക്കേണ്ടത്. ഇനി വാട്ട് ആർ ദ നേച്ചർ ഓഫ് റോൾ, റോളിൻ്റെ നേച്ചർ എന്നാൽ എന്താണ്, അത് ഓർത്തു വെക്കുക. ഇനി മറ്റൊന്നാണ് റോൾ കോൺഫ്ലിക്റ്റ് അഥവാ വൈരുദ്ധ്യത്തെയാണ്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോഴുണ്ടാവുന്ന ആ വൈരുദ്ധ്യത്തെയാണ്, ചുമതലകൾ നിർവഹിക്കുമ്പോഴുണ്ടാവുന്ന വൈരുദ്ധ്യം, അതിനെയാണ് റോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ദെൻ റോൾ തിയറി. റോൾ തിയറിയിൽ മനസ്സിലാക്കി വെക്കേണ്ടതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലാണ് ഈ ഒരു ആശയം വന്നിട്ടുള്ളത്. ഇതിലെന്താണ്, മനുഷ്യ പെരുമാറ്റത്തിന് എന്ത് ചെയ്യുന്നു, റോൾ തിയറിക്ക് മനുഷ്യ പെരുമാറ്റത്തെ പ്രവചിക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്തതാണ് റോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. റോൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം എന്ത്, ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുള്ള ആ ഒരു ബുദ്ധിമുട്ടിനെയാണ് എന്ത് പറയുക, റോൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഈ ആശയം കൊണ്ടുവന്ന ആള് അമേരിക്കൻ സമൂഹശാസ്ത്രജ്ഞനായ വില്യം ഗൂഡ് ആണ് എന്ന് ഓർത്തു വെക്കുക. ഇനി അദ്ദേഹം ഇതിന് 3 മാർഗങ്ങൾ അവലംബിച്ചിട്ടുണ്ട്. ഇത് ഒഴിവാക്കാനുള്ള 3 മാർഗങ്ങൾ അതിൽപ്പെട്ടതാണ് ചുമതലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, 2 അർപ്പണബോധത്തോടെ ഉത്തരവാദിത്വം നിറവേറ്റുക, 3 കാര്യക്ഷമതയോടുകൂടി കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അല്ലെ ചുമതലകളിൽ ഉണ്ടാകുന്ന കാര്യക്ഷമത വർദ്ധിപ്പിക്കുക. ഈ 3 കാര്യങ്ങളാണ് അദ്ദേഹം ഇതിന് പരിഹാര മാർഗമായിട്ട് കണ്ടെത്തിയത്. ദെൻ ദ ലാസ്റ്റ് പോയിന്റ് റോൾ കൺഫ്യൂഷൻ. എന്താണ് റോൾ കൺഫ്യൂഷൻ? അഥവാ മുൻ റോൾ ഉപേക്ഷിച്ച് പുതിയ റോൾ സ്വീകരിക്കുമ്പോഴുണ്ടാവുന്ന ആശയക്കുഴപ്പത്തെയാണെന്ന് പറയാ റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ഒരു ടോപ്പിക്ക് ഇത്രയും കാര്യങ്ങളാണ്. ഇതെല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു ഫോർ ഓൾ സ്റ്റുഡൻസ്.